ഹലോ ഹായ് കൂട്ടരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ്. കുറച്ച് വ്യത്യസ്തമായി കൂടുതൽ രുചിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ. ടേസ്റ്റ് ടിപ്സ് എല്ലാം കണ്ട് മനസ്സിലാക്കൂ. ഞാൻ കുറച്ച് മത്തിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കാം, കൊച്ചുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. കൊച്ചുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, അതാണ് ഇതിന് കൂടുതൽ സ്വാദ് നൽകുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർക്കാം. അതൊന്ന് വഴറ്റി യോജിപ്പിക്കാം. അത് ചെറുതായൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് വീണ്ടും വഴറ്റി യോജിപ്പിക്കാം. കൊച്ചുള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റായി വരണം. കൊച്ചുള്ളി വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ മൂത്ത് വരുന്നതാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ കൊച്ചുള്ളി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതും ഒരു സ്പെഷ്യൽ ആണ്. ഇനി ആ തേങ്ങ കൂടി ഇതിലേക്ക് വഴറ്റി യോജിപ്പിക്കാം. തേങ്ങ നന്നായി മൂത്ത് വരണം എന്നില്ല, വെളിച്ചെണ്ണയിൽ ഒന്ന് റോസ്റ്റായി വന്നാൽ മതി. അതിലേക്കിനി 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ, കുറച്ച് കുരുമുളക് ഇത് ചേർത്ത് വീണ്ടും വഴറ്റി യോജിപ്പിക്കാം. ഈ പൊടികളെല്ലാം വെളിച്ചെണ്ണയിൽ കിടന്ന് റോസ്റ്റായി പച്ചമണമെല്ലാം മാറി വരണം. ഇനി അതിലേക്ക് കുറച്ച് പുളി, മീൻ കറിക്ക് ആവശ്യമായ പുളി കൂടെ ചേർക്കാം. അതും ഒന്ന് വഴറ്റി യോജിപ്പിച്ച ശേഷം ഉപ്പ്, കറിക്ക് ആവശ്യമായ ഉപ്പ്, എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, മീഡിയം ഫ്ലെയിമിലിട്ട്. അപ്പോൾ ഈ തക്കാളിയെല്ലാം കുക്കായി നല്ല സോഫ്റ്റായി വരണം, അതുവരെ നമുക്ക് വഴറ്റി യോജിപ്പിക്കാം. ഇപ്പോൾ തക്കാളി ഏകദേശം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അപ്പോഴേക്കും ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക്, ഈ കുറച്ച് ഉലുവ ഇടാം. ഉലുവയും ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. അത് മൂത്ത് വരുമ്പോൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. അതിനുശേഷം ആ മിക്സിയുടെ ജാറ് തന്നെ ഒന്ന് കഴുകി വെള്ളമൊഴിച്ച് നമുക്ക് ഇതിൻ്റെ ഗ്രേവി ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആക്കാം. ഈ സമയത്ത് ഉപ്പും ടേസ്റ്റും ഒക്കെ ഒന്ന് നോക്കി ബാലൻസ് ചെയ്യണം. ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയും ഇപ്പോൾ തീരുമാനിക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തു വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇടാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്, കാരണം പിന്നെ മീൻ ഇളക്കില്ലല്ലോ, ചട്ടി ചുറ്റിക്കലേ ഉള്ളൂ. ഒന്ന് സെറ്റാക്കി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് 2 പ്രാവശ്യം അടപ്പ് മാറ്റി ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ സ്റ്റേജായി. നമ്മുടെ മീനെല്ലാം കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്രേവിയെല്ലാം പാകത്തിന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട്.
മറ്റ് മീനുകളും ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതിൻ്റെ ഹൈലൈറ്റ് വെളിച്ചെണ്ണ, കൊച്ചുള്ളി ഇതൊക്കെ തന്നെയാണ്. ഇതിൽ ഞാൻ 2 സ്പൂൺ തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടുതലാണ്. നോക്കൂ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനോടൊപ്പവും അപ്പം, ദോശ തുടങ്ങിയ പലഹാരങ്ങളോടൊപ്പം ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മത്തിക്കറിയാണ്. നമ്മളെ സാധാ മത്തിക്ക് ഒരു റിച്ച്നെസ് കൊടുക്കും, ഫ്ലേവർ റിച്ച്നെസ് കൊടുക്കും. ഇതേ രീതിയിൽ മറ്റ് മീനുകളും തയ്യാറാക്കാം. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ